ശാന്തി. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് സങ്കല്പം ദൃഢമായി വന്നുവെങ്കിൽ ആ കാര്യത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഞാൻ ഓർമ്മിക്കും, പണ്ടത്തെ ഗുരുക്കന്മാർ, ഋഷിമുനിമാർ കയ്യിൽ ജലമെടുത്തുകൊണ്ട് ദൃഢപ്രതിജ്ഞ ചെയ്തു എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. ഞാൻ വാക്കു പറഞ്ഞു പോയി, ഞാൻ പ്രതിജ്ഞ എടുത്തുപോയി, അതിനുവേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറുള്ളവരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അന്നത്തെ ആളുകളുടെ മനഃശക്തിയും ഇച്ഛാശക്തിയും വളരെ തീക്ഷ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഒരിക്കൽ ഞാൻ ഓർത്തു പോകുകയാണ് ഒരു കൊച്ചു കഥ. ഒരു ഗുരുകുലത്തിൽ, വളരെ സ്ട്രിക്റ്റായിരുന്ന ഗുരുകുലമായിരുന്നു. അവിടെ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ ജീവിതത്തിൽ വിജയം നേടിയിരിക്കും എന്നതിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിദ്യാലയത്തിൽ ആ ഗുരുകുലത്തിലേക്ക് അഡ്മിഷൻ കിട്ടാൻ അവിടുത്തെ പരീക്ഷകൾ വളരെ വലുതായിരുന്നു. ഒന്നാമത്തെ പരീക്ഷ പുലർച്ചെ 5 മണിക്ക് മുന്നേ ആ വിദ്യാർത്ഥി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരിക്കണം ഗുരുകുലത്തിൽ ചേരാൻ വരുന്ന ദിവസം. രണ്ടാമത്തെ, നടന്ന് മാത്രമേ ഗുരുകുലത്തിലേക്ക് വരാവൂ, യാതൊരു സാധനങ്ങളോ ഉപയോഗിക്കരുത്. മൂന്നാമത്തെ, അച്ഛനോ അമ്മയോ ബന്ധുമിത്രാദികളോ ആയ ആരും കുട്ടിയെ കൊണ്ടുവിടാൻ വേണ്ടി ഗുരുകുലത്തിലേക്ക് വരരുത്. മൂന്നാമത്തെ, ഗുരുകുലത്തിൻ്റെ വാതിലെത്തി ഒരിക്കലെങ്കിലും പിന്തിരിഞ്ഞു നോക്കരുത്. നാലാമത്തെ, ഗുരുകുലത്തിൻ്റെ വാതിൽക്കൽ നിന്ന് ആരെങ്കിലും കുട്ടീനെ തിരിച്ചു ഗുരുകുലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാൽ മാത്രമേ പരീക്ഷ പാസ്സായി എന്ന് പറയുള്ളൂ. ഇത്രയും കണ്ടീഷൻസ് ഉള്ളതായിരിക്കുന്ന ഒരു ഗുരുകുലം. ഒരു ദിവസം ഒരച്ഛനും അമ്മയും അവരുടെ ഏകപുത്രനെ വിജയിയാക്കാനുള്ള ഉറച്ച നിശ്ചയത്തോടുകൂടി ആ ഗുരുകുലത്തിലേക്ക് പറഞ്ഞയക്കാൻ നിശ്ചയിച്ചു. കുട്ടിയുടെ മനസ്സിലും ദൃഢമായ സങ്കല്പമായിരുന്നു, ഏത് വിധത്തിലും എനിക്ക് ഈ ഗുരുകുലത്തിലെ എൻട്രി കിട്ടിയേ പറ്റൂ. പുലർച്ചെ 5 മണിക്ക് മുന്നേ അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അവനെ ഗുരുകുലത്തിൽ കൊണ്ടുവിടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് വേലക്കാരൻ മാത്രം. അങ്ങനെ വേലക്കാരനൊത്ത് പുറത്തിറങ്ങി. അച്ഛനും അമ്മയും വീടിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് നോക്കി, മകൻ തിരിഞ്ഞു നോക്കിയാൽ പരീക്ഷയിൽ തോൽക്കും, തിരിഞ്ഞു നോക്കുന്നില്ല എന്നുറപ്പ് വരുത്തി, ഒന്നാമത്തെ പരീക്ഷയും രണ്ടാമത്തെ പരീക്ഷയും എൻ്റെ മകൻ ജയിച്ചു എന്ന് വിചാരിച്ചു. യാത്രയ്ക്ക് പോകാൻ വേണ്ടി യാതൊരു സൗകര്യങ്ങളില്ലായിരുന്നു. ചെരുപ്പിടാത്ത കാലുകൊണ്ട് ചരൽക്കല്ല് നിറഞ്ഞതായിട്ടുള്ള വഴിയിലൂടെ ആ കുട്ടി നടന്നു നീങ്ങുമ്പോൾ അതുവരെ നടക്കാത്ത ചെരുപ്പിട്ട് സുഖിച്ച മകൻ ആ ചരൽക്കല്ലിലൂടെ നടക്കുമ്പോൾ കാലിൽ കുത്തി വേദനിക്കുമ്പോൾ വേഗം അവൻ്റെ നടത്തം കൂടി. അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി ആ പരീക്ഷയും അവരുടെ മകൻ പാസ്സായിരിക്കുന്നു. അങ്ങനെ മറ്റെല്ലാ പരീക്ഷയും കഴിഞ്ഞു. കുട്ടി ഗുരുകുലത്തിൻ്റെ വാതിൽക്കലെത്തി. ഗുരുകുലത്തിൽ നിന്നൊരാൾ വന്ന് പറഞ്ഞു, കുട്ടി കണ്ണടച്ചിരുന്നോളൂ, പറയുമ്പോൾ തുറക്കാൻ പാടുള്ളൂ, അതുവരെ കണ്ണടച്ചിരുന്നോളൂ, കുട്ടി കൂട്ടാൻ വേണ്ടി ആൾ വരുമ്പോഴേ വരാവുന്ന ഗുരുവിൻ്റെ ആജ്ഞയുണ്ട് എന്ന്. അങ്ങനെ ഗുരുകുലത്തിൻ്റെ വാതിൽക്കലെത്തി. നേരം പുലർന്നിട്ടില്ല. ആ കുട്ടി അവിടെ കണ്ണടച്ച് ചമ്രം പടിഞ്ഞിരുന്നു. വേലക്കാരൻ കുട്ടിയുടെ കാതിലോതി, ഞാൻ തിരിച്ചു പോണു മോനെ എന്ന്. തലയാട്ടി അവൻ കണ്ണു തുറന്നില്ല. അങ്ങനെ രാവിലെ 7 മണി 8 മണി 9 മണി ആവാനായി. ഗുരുകുലത്തിൻ്റെ പഠിക്കാൻ വരുന്നതായിട്ടുള്ള വിദ്യാർത്ഥികൾ ഗുരുകുലത്തിലേക്ക് വരാൻ തുടങ്ങി. കുട്ടികളെല്ലാം വരുന്നതിൻ്റെ കാൽപ്പെരുമാറ്റം കേൾക്കുന്നുണ്ട്. അവൻ കാലുകളുടെ ചെരുപ്പുകളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. കുട്ടികളുടെ സംസാരം കേൾക്കുന്നുണ്ട്. ഇതിലേയും കടന്നു പോകുന്ന കുട്ടികൾ പരിഹാസത്തോടു കൂടി ആ കുട്ടിയുടെ തലയിൽ തട്ടി അവിടെ തട്ടി ഇവിടെ തട്ടി കടന്നുപോയി. കുട്ടികളുടെ കൂട്ടം വരുന്നതും പോകുന്നതും അവൻ അറിയുന്നുണ്ട്. പക്ഷേ കുട്ടി കണ്ണു തുറന്നില്ല, കണ്ണടച്ച് കാത്തിരുന്നു. എല്ലാ കുട്ടികളും ഗുരുകുലത്തിൽ കയറി. ഗുരുകുലത്തിലെ ക്ലാസ്സുകൾ തുടങ്ങി. 11 മണി 11:30 ആവാനായി. അവൻ ഉറച്ച നിശ്ചയത്തോടു കൂടി ആ ഗുരുകുലത്തിൻ്റെ വാതിൽക്കൽ കണ്ണടച്ചങ്ങനെ ഇരിക്കുകയാണ്. വിചാരിച്ചു, അവിടെ ക്ലാസ് തുടങ്ങി, ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, എന്തായാലും അധികം വൈകാതെ എന്നെ കൂട്ടാൻ ആൾ വരുമെന്ന്. അങ്ങനെ സൂര്യൻ ഉച്ചസ്ഥായിയിൽ നിന്ന് പതുക്കെ താഴാൻ തുടങ്ങി. ഈ കുട്ടിയെ കൂട്ടാൻ വേണ്ടി ആരും ഗുരുകുലത്തിൻ്റെ വാതിലെത്തിയില്ല. വൈകുന്നേരം 4 മണി കഴിഞ്ഞു. ഗുരുകുലം അവിടുത്തെ അന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിച്ചു. കുട്ടികൾ വീട്ടിൽ പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ തിരിച്ചു പോകുന്ന കുട്ടികൾ അവൻ്റെ അതേ ഇരിപ്പ് കണ്ട്, കണ്ണടച്ചിരിക്കുന്ന കുട്ടിയെ കണ്ട് പരിഹസിച്ചും ആർത്തും ചിരിച്ചും, ചിലർ തട്ടി, ചിലർ മുട്ടി, ചിലർ തലയിൽ തട്ടി കടന്നുപോയി. ആ കൂട്ടം അങ്ങനെ ബഹളം അടുത്തു വന്നു, അങ്ങനെ അകന്നുപോയി. വീണ്ടും ഡെഡ് സൈലൻസ്, ആരുടെയും ശബ്ദമില്ല. പതുക്കെ സൂര്യൻ ചെരിഞ്ഞതും തണുപ്പ് വരുന്നതും അവനറിഞ്ഞു. അപ്പോഴും ആരും വന്നില്ല. സന്ധ്യയ്ക്ക് പ്രാർത്ഥനയുടെ ശബ്ദം ഗുരുകുലത്തിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി. അപ്പോഴും അവനെ കൂട്ടാൻ ആരും വന്നില്ല. കണ്ണടച്ച ആ കുട്ടി അങ്ങനെ ഗുരുകുലത്തിൻ്റെ ഗേറ്റിലിരിക്കുകയാണ്. 7:30-8 മണിയോടടുത്തപ്പോൾ 2 ബുദ്ധ ഭിക്ഷുക്കൾ ആ ഗുരുകുലത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവൻ്റെ 2 കൈകളിലും പിടിച്ച് എഴുന്നേൽപ്പിച്ച് പറഞ്ഞു,
നീ ഈ ഗുരുകുലത്തിലേക്ക് യോഗ്യനായി വന്നിരിക്കുന്നുവെന്ന്. ദൃഢസങ്കല്പത്തിൻ്റെ ശക്തി. ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്ന് ഉറച്ച് സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ തന്നെ പരീക്ഷണം നേരിടേണ്ടി വന്നാലും അതിനെ നമുക്കൊരു ചെറിയ കാര്യമായി തോന്നിപ്പോവും. നമ്മുടെ ഉള്ളിലെ ഇച്ഛാശക്തി പ്രബലമെങ്കിൽ, സങ്കല്പശക്തി ദൃഢമെങ്കിൽ. അതുകൊണ്ട് ജീവിതം മുന്നോട്ടുള്ള യാത്രയിൽ സാഹചര്യങ്ങൾ വന്നേക്കാം, പരീക്ഷ വന്നേക്കാം. ഒരു കാര്യം ഉറപ്പാണ്, ജീവിതത്തിൽ വലിയ വിജയികളുടെ ലിസ്റ്റിലേക്ക്, ഗുരുകുലത്തിലേക്ക് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കുട്ടികൾ തലയിൽ തട്ടിയേക്കും, നിങ്ങളെ തട്ടി കടന്നു പോയേക്കും, സൂര്യൻ മേലെ വരും താഴ്ന്നു വന്നേക്കും, ഇരുട്ട് നിറഞ്ഞ വഴികളിലൂടെ, ചരൽ നിറഞ്ഞ വഴികളിലൂടെ നടക്കേണ്ടി വന്നേക്കാം. പക്ഷേ ലക്ഷ്യം മുന്നിൽ വ്യക്തമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാനും ആ ലിസ്റ്റിലേക്ക്, ഗുരുകുലത്തിലേക്ക് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ ലക്ഷ്യം ക്ലിയർ അല്ല എങ്കിൽ, ഞാൻ മുന്നൊരിക്കൊരു വീഡിയോയിൽ പറഞ്ഞത് ഞാൻ ഓർക്കും, ദീർഘദൂര നീന്തൽക്കാരിയായിരുന്നതായിരിക്കുന്ന സ്ത്രീ ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കിടക്കുന്ന സമയത്ത് കാലിഫോർണിയ കോസ്റ്റിലെ മൂടൽമഞ്ഞ് കാരണം കാണാതെ പോയപ്പോൾ തോറ്റുപോയതും അത് കണ്ട ദിവസം അതിനെ അതിജീവിച്ചതും. ആ വീഡിയോ ഒരിക്കൽ കൂടി നിങ്ങൾ കണ്ടു നോക്കണം. ഞാൻ മുന്നേ പറഞ്ഞതായിട്ടുള്ള ഒരു ഉദാഹരണം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതുപോലെ മുന്നിൽ നമ്മുടെ കാഴ്ച വ്യക്തമായി നിങ്ങൾക്ക് കാണാമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. സങ്കല്പം നമുക്ക് ശക്തി തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഏത് ലക്ഷ്യമാണോ ജീവിതത്തിൽ കാണുന്നത് ആ ലക്ഷ്യത്തിന് ദൃഢസങ്കല്പത്തോടു കൂടി തിരഞ്ഞെടുക്കുകയും ഇന്നതാണ് എൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിൽ കുറിച്ചിടുകയും കാണുകയും വിഷ്വലൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് അതിന് വേണ്ടതായിട്ടുള്ള ഊർജം സംഭരിച്ച് എന്തൊക്കെ തന്നെ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴും അതെൻ്റെ മുന്നോട്ടുള്ള യാത്രയിലെ സ്റ്റെപ്പുകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ സങ്കല്പശക്തിയിലൂടെ ജീവിതത്തിൽ എത്ര വലിയ കഠിനമായ പരീക്ഷയും പാസ്സായി ഏതു വലിയ വിജയവും നിങ്ങൾക്ക് നേടാനാവും. നിങ്ങൾക്ക് അങ്ങനെ നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.